അസ്സലാമു അലൈക്കും. ലെനസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലവും ചക്കക്കാലവും മാങ്ങക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ല ഈച്ചൻ്റെ സീസണാണിപ്പോൾ. അതുകൊണ്ട് തന്നെ നല്ല രോഗങ്ങൾ പരത്താനും സാധ്യതയുണ്ട്. ഭക്ഷണ പദാർത്ഥത്തിലും വീടുകളിലും എന്ത് സാധനം ഉണ്ടായാലും അതിലേക്കൊക്കെ ഈച്ചകൾ വരാറുണ്ട്. അതിനൊക്കെ ഞാനൊരു നല്ല സൊല്യൂഷൻ ഉണ്ടാക്കി ഒഴിച്ചപ്പോൾ നല്ല എഫക്റ്റ് കിട്ടിയിട്ടോ. കണ്ടോ, ചക്ക നന്നാക്കിയ എന്തെങ്കിലും ഒന്ന് ചാടിയ അതിമലൊക്കെ ഈച്ച നിറയാണ്. ഇവിടെ ഇതുവരെ ഉണ്ടായിരുന്നില്ല, ഇന്നലെ മുതൽക്കാണ് ഇവിടെ ഈച്ചകൾ ഉണ്ടായത്. അകത്തേക്കും വരൽ തുടങ്ങി. അതിനൊക്കെ ഞാൻ മരുന്ന് കണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങി മരുന്ന് അടിക്കുമ്പോൾ നമ്മളെ ഭക്ഷണ പദാർത്ഥത്തിക്കൊക്കെ ആവുമോ അങ്ങനെയൊക്കെ പേടിയാണ്. കുട്ടികളില്ല വീട്ടിൽ, പല വിഷാംശങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പറ്റൂല. അപ്പം അതിലേക്ക് ഞാൻ ഉണ്ടാക്കാൻ ഗ്രാമ്പു 1 ടീസ്പൂണാണ് എടുക്കുന്നത്. ഗ്രാമ്പൂവിൻ്റെ ഇത് പിന്നെ പറയണ്ടല്ലോ, നല്ല എല്ലാത്തിനും പറ്റിയതാണ്. ഗ്രാമ്പു ഞാൻ 1 ടീസ്പൂൺ പൊടിച്ചെടുത്തതാണിത്. ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 100 ഗ്രാം വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഗ്രാമ്പു പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പൂവിന് കുറേ നമുക്ക് ഭക്ഷണത്തിലല്ലാതെ തന്നെ നമ്മൾ ചോറ്, ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെ വെക്കുമ്പോൾ എല്ലാ പൊടികളിടുന്നതിലും ഗരം മസാലയ്ക്കൊക്കെ ഇടണമെന്നല്ലാതെ അല്ലാത്ത ഉപയോഗങ്ങൾ തന്നെ നമുക്ക് കുറേ ഉണ്ട്. പല്ലുവേദനക്ക്, ആർക്ക് പല്ലുവേദന, വലിയവർക്കോ കുട്ടികൾക്കൊക്കെ പല്ലുവേദന ഉണ്ടായാലും അതൊന്ന് കടിച്ച് ചവച്ച് അവിടെ വെച്ചാൽ പല്ലുവേദന പെട്ടെന്ന് സുഖമായി കിട്ടും. മസാലപ്പൊടികളൊക്കെ നമ്മൾക്ക് കേടാവാതിരിക്കാനും കുറേ കാലം പാത്തക്കുകയാണെങ്കിൽ കുറേ കൂടുതലുണ്ടെങ്കിൽ അതിലേക്ക് ഗ്രാമ്പു ഇട്ടുവെച്ചാൽ മതി, ഒരു കേടും വരില്ല. അതേമാതിരി തന്നെ പയറുവർഗ്ഗങ്ങൾ പെട്ടെന്ന് അതിൽ പാറ്റകൾ വരും, അത് പൊടിയാക്കി എടുക്കും. അപ്പോൾ അതിനൊക്കെ നല്ലൊരു മരുന്നാണ് ഗ്രാമ്പു. ഞാനൊരു നാരങ്ങ ഫുള്ളായിട്ട് എടുക്കുകയാണ്. നാരങ്ങൻ്റെ തൊലിയോട് കൂടി ഞാൻ ഇരുന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അതിന് ചെറുതായിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ക്രഷ് ചെയ്ത് വരാം. വെറും തൊലി എടുക്കണമെങ്കിൽ അങ്ങനെ എടുത്താൽ മതിയില്ല, അപ്പോൾ കുറച്ച് കൂടുതൽ തൊലി എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു നാരങ്ങ ഫുള്ളായിട്ട് എടുത്തുക്കുകയാണ്. ഇത് ക്രഷ് ചെയ്തതിൻ്റെ ശേഷം ഗ്രാമ്പു 10 മിനിറ്റ് ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ നാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നല്ല സ്മെല്ലാണ് ഇത്. വാസന കേട്ടാൽ തന്നെ ആ ഈച്ചകളും കൊതുകുകളൊക്കെ പോവും. ഗ്രാമ്പൂവിൻ്റെ വാസനയും നാരങ്ങൻ്റെ വാസനയും. ഇനി ഇത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ചൂടാറിയതിൻ്റെ ശേഷമാണ് ബോട്ടിലേക്ക് പാരുന്നത്. ഇത് ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്, അരിച്ചെടുക്കാതെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് സ്പ്രേ കുപ്പിയാണെങ്കിൽ നമുക്ക് അരിച്ചെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിലൊക്കെ അതിൻ്റെ ചവറുകളൊക്കെ തടയും. ഇത് ഞാൻ കുപ്പിക്ക് ഒരു സേഫ്റ്റി പിന്നായിട്ട് ഓട്ട കുത്തി കൊടുക്കുകയാണ് സ്പ്രേ ചെയ്യാനും വേണ്ടിയിട്ട്. ഇപ്പോൾ സ്പ്രേ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അരിച്ചെടുക്കൽ നിർബന്ധമാവും, അല്ലെങ്കിൽ അതിൻ്റെ ആ കോയിലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇതിൻ്റെ ചവറുകൾ വരും. ഇപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരു 3/4 കപ്പായിക്കണ് തിളപ്പിച്ച് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിന് നന്നായി ഒന്ന് കുലുക്കി കൊടുക്കണം, ഷേക്ക് ചെയ്ത് കൊടുത്ത് പിന്നെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് തുടച്ചെടുക്കാൻ നല്ലത്. അതേമാതിരി തന്നെ നമ്മളെ മാറ്റുകളും ഒക്കെ ഇതിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ പിന്നെ അതിൽ ഈച്ചകളൊന്നും വരില്ല. അപ്പം ഞാൻ ഈ ചുമര് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പിടിച്ച സ്ഥലമൊക്കെ ഈച്ചകൾ വരികയാണ്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹോട്ടലിലൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രക്ക് ഈച്ചകൾ അവിടെയൊക്കെ കണ്ടിട്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ മടിയാണ്. ഇപ്പം മഞ്ഞപ്പിത്തത്തിൻ്റെയും എല്ലാത്തിൻ്റെയും സമയമാണ്. അതൊക്കെ പടർത്താനും എല്ലാത്തിനും ഈച്ച കാരണമാവും. ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിളുമൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കറികളും മീൻ കറിയോ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ വാസന കേട്ടിട്ട് വരും.
അപ്പം അതിലെ ഈച്ച പാറിന് കണ്ടില്ലേ. പിന്നെ അത് ഒഴിച്ചതിൻ്റെ ശേഷം ഇതിമക്ക് വന്നിട്ടില്ല. തറ തുടക്കണ സമയത്ത് തറ തുടക്കണ വെള്ളത്തിൽ ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. 2ഉം 3ഉം പ്രാവശ്യം ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഈച്ചകൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് വരൂല. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ. വീഡിയോ കാണാം. ബൈ.